നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് സ്വാഗതം. ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റൈൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് യുവാക്കളുടെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ന് യുവാക്കളെ മാത്രമല്ല, ലോകത്തുള്ള സകലരെയും പ്രചോദിപ്പിച്ച ഹെലൻ കെല്ലർ മുതൽ ഓസ്ട്രേലിയൻ നിക്ക് വരെയുള്ള ചില മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണ്. അവരുടെ ജീവിതങ്ങളിൽ നിന്നും നമുക്ക് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പതിവ് പോലെ ഇന്നും നമ്മോട് കൂടി രാജയോഗി ബ്രഹ്മകുമാർ സുരേന്ദ്രൻ ബായിജിയുണ്ട്. ബായിജി, ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. നമുക്ക് ബായിജിയുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഒരുപാട് വ്യക്തികളെ പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതശൈലി സ്വായത്തമാക്കിയ ആളാണ് താങ്കൾ. എങ്ങനെയാണ് അത്തരമൊരു അടിത്തറ രൂപപ്പെടുത്തിയെടുത്തത്? ആദ്യമായിട്ട് നമ്മളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് നമ്മുടെ ജീവിതം ഒരു ആദർശ ജീവിതമായിരിക്കും. ഐഡിയൽ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സെൽഫ് ഡിസിപ്ലിൻ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പങ്ക്ച്വാലിറ്റി ഉള്ള ഒരാളിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമുണ്ടാവും. നമുക്കറിയാം, ഈ ആളിനെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആൾ സമയം തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾ ആ സമയത്ത് അവൈലബിൾ ആയിരിക്കും. വേസ്റ്റ് ആവില്ല. നമ്മുടെ അനുഭവമാണ്. ചിലർ 5 മണിക്ക് വരാൻ പറയും, അവർ ചിലപ്പോൾ 6 മണിക്കായിരിക്കും വരുന്നത്. അതുപോലെ നമ്മുടെ ഈ ബ്രഹ്മകുമാരീസിലെ നമ്മൾ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുമ്പോഴത്തേക്ക് പലരും അരമണിക്കൂർ 1 മണിക്കൂർ എല്ലാം താമസിച്ചാണ് വരുന്നത്. സമയം എന്നുള്ളത് വളരെ വിലപിടിപ്പുള്ള ഒരു സമ്പത്താണ്. സമയം എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ്. അപ്പം മറ്റുള്ളവരുടെ സമയത്തെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വ്യർത്ഥമായിട്ട് ചിലവഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സെൽഫ് ഡിസിപ്ലിൻ നമ്പർ 1, ആറ്റിറ്റ്യൂഡ്. ഇൻസ്പയറേഷണൽ ലൈഫിൽ സെൽഫ് ഡിസിപ്ലിൻ നമ്പർ 1. നമ്പർ 2, വാക്ക് ദ ടോക്ക്. മനസ്സിലായില്ലേ? നമ്മൾ എന്താണ് പറയുന്നത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കുക. പിന്നീട് നമ്മുടെ പരിശ്രമം വളരെ ആസക്തിയോടുകൂടിയുള്ള പരിശ്രമമായിരിക്കണം. ഏത് കാര്യം ചെയ്താലും ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരാളിനെ കാണുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ കാണാൻ വന്നിരിക്കുകയാണ്. ആ കാണാൻ വന്നിരിക്കുന്ന ആളിനോട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി വളരെ തുറന്ന മനസ്സോടു കൂടിയാണ് നമ്മൾ ആ ആളിനെ കാണുകയും ആ ആളിനോട് നമ്മൾ സംസാരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആളിന് വലിയ തൃപ്തി ഉണ്ടാവും. അപ്പോൾ തൃപ്തി ഉണ്ടാകുമ്പോൾ എന്തായി? ആ ആൾ ഇൻസ്പയർ ആയിരിക്കും. അപ്പോൾ ആ ആളിന് കാരണം അപ്പോൾ ആ ആളിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകണം, ഞാനും ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് എനിക്ക് പെരുമാറേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പെരുമാറ്റ രീതി, നമ്മുടെ സംസാര രീതി, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ദേശം എന്തുവാണ്? ഇതിൽ നിന്ന് അനേകം ആളുകൾക്ക് നന്മ വരണം എന്നുള്ള രീതിയിൽ, അനേകം ആളുകൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം, എങ്ങനെയെല്ലാം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഉദ്ദേശം. ഇന്ന് ലോകത്ത് ആളുകൾ ജീവിക്കുന്നതിന് വേണ്ടി വളരെ പരിശ്രമിച്ച് ജീവിക്കുന്ന സമയമാണ്, വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇൻസ്പയർ ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അങ്ങേക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ശരിക്കും? അത് ഞാൻ ഈ ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ വന്നതിന് ശേഷം, ഇവിടുത്തെ അറിവ് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തുടങ്ങിയത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രായം കൂടില്ല. നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഉടൻ തന്നെ നമ്മൾ വയസ്സന്മാരായിപ്പോയി. നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളിൽ നല്ല എനർജി ജനറേറ്റ് ആവും. അപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്നവരാണ് ജീവിച്ചിരിക്കുന്നവർ. ചിന്തിക്കാതിരിക്കുമ്പോഴത്തേക്ക് മരിച്ചിരിക്കുന്നവരാണ് കാണുക. സ്വാമി വിവേകാനന്ദനുള്ളപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അദ്ദേഹം എത്രയോ യുവാക്കന്മാരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ, അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഇപ്പോഴും നമ്മളെ യുവാക്കന്മാർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ അവർ ഉറങ്ങിക്കിടന്ന്
കിടക്കുന്നവൻ ഉടനെ ചാടി എണീക്കും. അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള തോട്ട്സ് ആണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ. അപ്പോൾ അദ്ദേഹം എത്രയോ പേരെ ഇൻസ്പയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വിചാരധാരയിൽ കൂടെ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ വിചാരധാരയും സൈക്കോ സോഷ്യോ സ്പിരിച്വൽ, മാനസികമായിട്ടുള്ള വികാസം, സാമൂഹികമായിട്ടുള്ള വികാസം, പിന്നെ ആധ്യാത്മികമായിട്ടുള്ള വികാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ എന്നുള്ളതിനെ അദ്ദേഹം സോഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. സ്പിരിച്വാലിറ്റി എന്നുള്ളത് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്ന 60 വർഷത്തിന് ശേഷം പഠിക്കേണ്ട പരിപാടി എന്നുള്ളത്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും തന്നെ സ്പിരിച്വൽ ബീയിങ്സാണ്. ഇത് നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ ശരീരം എന്നുള്ള ബോധത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം സ്പിരിച്വൽ ബീയിങ്സ്. എന്നുവെച്ചാൽ സ്പിരിച്വൽ എനർജി ഇൻ മോഷനിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സ്പിരിച്വൽ ആ എനർജി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ സ്പിരിച്വൽ അസ്തിത്വം ഉണ്ടല്ലോ, ആ അസ്തിത്വത്തിനാണ് ചിന്തിക്കാനുള്ള കഴിവുള്ളത്. തല കൊണ്ട് തന്നെ ചിന്തിക്കുന്നത്, പക്ഷെ ചിന്തിക്കുന്ന ആൾ വേറെയാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എന്നിൽ നിന്ന് ഈ വിചാരധാര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കന്മാർ ചിന്തിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ സങ്കല്പം എന്ന് വെച്ചിരുന്നാൽ ഇതൊരു ബുൾഡോസർ കണക്കാണ്. പോസിറ്റീവ് സങ്കല്പങ്ങളുണ്ട്. പോസിറ്റീവായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് ഈ ലോകത്തുള്ള നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻസിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇന്ന് പക്ഷേ കൂടുതലായിട്ടും പോസിറ്റീവിന് പകരം നെഗറ്റീവായിട്ടുള്ള ഒരു സങ്കല്പങ്ങളാണ് ഏറ്റവും കൂടി വരുന്നത്. കാരണം അന്തരീക്ഷം അങ്ങനെയുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ടെലിവിഷനിൽ എന്തോ അത് ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ കണ്ടതിന് ശേഷം ഈ കാണികൾക്ക് എന്താണ് അവർക്ക് കിട്ടുന്നത്, ടേക്ക് ഹോം എന്തോ ആണ്. ഇപ്പം 3 മണിക്കൂർ നേരം ഒരു തിയേറ്ററിലിരുന്ന് അത് കാണുന്നു. കണ്ടതിന് ശേഷം വെളിയിലിറങ്ങുമ്പോഴത്തേക്ക് പലരുടെയും മുഖം നമ്മൾ കാണുന്നതാണ് വാടിയാണ് ഇരിക്കുന്നത്. കാരണം അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ക്ലോസിങ് കൊണ്ടുവന്ന് വയ്ക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. 3 മണിക്കൂർ നേരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെല്ലാം അവിടെ ചിലവഴിച്ചെന്നറിയാം. നമ്മുടെ തോട്ട്സിനെ ചിലവഴിച്ച്, നമ്മുടെ സമയത്തെ ചിലവഴിച്ച്, നമ്മുടെ ശ്വാസത്തെ ചിലവഴിച്ച്, വലിയ വിളവെടുപ്പുള്ള സമ്പത്താണത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയത് വ്യർത്ഥതയാണ്. നമ്മുടെ ഉള്ളിലേക്കാണ് കയറണം. എസ്പെഷ്യലി വിഷ്വൽ മീഡിയംസ് അപാരമായിട്ടുള്ള ശക്തിയുണ്ട് നമ്മുടെ മനസ്സിനെ പൊള്യൂട്ട് ചെയ്യാനായിട്ട്. പിന്നെ സീരിയൽസ്, നമ്മുടെ ടെലിവിഷൻ ഇപ്പോൾ എത്ര ചാനൽസാണല്ലേ. ഈ മുഴുവൻ ചാനൽസും ആളുകൾ ഇങ്ങനെ മാറി 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 നോക്കിക്കൊണ്ടിരിക്കും. എന്തിനാണ്? ബോറായതുകൊണ്ടാണ് ഇത് കാണണം എന്നുള്ളതാണ്. ഇത് കണ്ടു തീരുമ്പോഴത്തേക്ക് ഉള്ള എനർജിയും അവിടെ വെച്ച് പലർക്കും നാളെ എന്താ ഉണ്ടാവുക എന്നുള്ള ഒരു ആകാംക്ഷ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യർത്ഥത ഉണ്ടാകുന്നതിൻ്റെ റൂട്ടുകൾ പറയാണ്. ഇപ്പോൾ നമ്മൾ ദിവസം ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുകയാണ്. ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഏതാണ്ടെല്ലാം നെഗറ്റീവ് ന്യൂസാണ്. അപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പറുകാരോട് ചോദിച്ച്, നിങ്ങൾ ഈ നെഗറ്റീവ് ന്യൂസേ ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ എന്താണ് ഇതിൻ്റെ പരിണാമം? അവർ പറയാണ്, നമ്മൾ പിന്നെ ന്യൂസല്ലേ കൊടുക്കാനുള്ള ആൾ, പരിസരത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെ നമ്മൾ ന്യൂസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഉത്തരവാദിത്വം അതിലും ഉണ്ടെന്നേ. അപ്പോൾ ഇതിന്ന് എന്താണ് സംഭവിക്കുന്നുള്ളത്? ആൾ റൈറ്റ്, നിങ്ങൾ ന്യൂസ് കൊടുക്കും, അതിനോടൊപ്പം മറ്റ് എന്തെങ്കിലും നല്ല കാര്യങ്ങളൂടെ ഈക്വലായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഇഷ്ടമുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോഴത്തേ എന്താണ് സംഭവിക്കുന്നത്? ഇത് വിഷ്വൽ മീഡിയമാണ്. ഇതിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഉണർവ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്. വിഷ്വൽ മീഡിയത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് മാറേണ്ടത്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് കിടക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് പെട്ടെന്ന് എടുക്കും, പെട്ടെന്ന് എടുക്കും കേട്ടോ. പെട്ടെന്ന് എടുത്താണ് ഇപ്പോൾ നമ്മളെ ഈ മന്ത്രി ലെവലിൽ വരെ ഈ എത്രയോ ലക്ഷം കോടി വരെയുള്ള സ്കാംസ് എന്ന് പറഞ്ഞിട്ടത് പേപ്പറിൽ വന്നതാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. സ്കാംസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് പെട്ടെന്ന് ഞാൻ ഷോർട്ട് കട്ടിൽ കൂടെ. അപ്പോൾ ഒരാൾ ചോദിക്കാൻ, ഒരാളിന് എത്ര കോടിയാണ് വേണ്ടത് ജീവിക്കാനായിട്ട്? ലക്ഷക്കണക്കിന് കോടികൾ എന്നുള്ള കണക്കുകളെ ഇപ്പോൾ നമ്മൾ ഈ ടെലിഫോൺ സ്കാമ, പിന്നെ മറ്റ് സ്കാം, ഈ കോൾഡ് സ്കാം എന്തൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. അതുപോലെ എത്രയോ കോടി രൂപയാണ് വെളിയിൽ വെച്ചിരിക്കണം എന്ന് പറയുന്നു. ഇതിങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണ്, ഒരാളുടെ ജീവിതകാലത്ത് എത്ര കോടിയുടെ ആവശ്യമുള്ളൂ? നമ്മുടെ ജീവിതത്തിന് ആവശ്യം എന്താണ്? അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ
അത്തരം ഒരു ജീവിത രീതി സ്വായത്തമാക്കിയവരെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആരുടെ മുഖമാണ് ആദ്യം അങ്ങേക്ക് ഓർമ്മ വരുന്നത്? സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ള ആളാണ്. അപാര ശക്തിയുള്ള ഒരു യുവാവായിരുന്നു. അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴും ഈ ജനറേഷനിൽ തന്നെ എത്രയോ അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. എൻ.ആർ. നാരായണമൂർത്തി ഇൻഫോസിസിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് അവർ ഇന്ന് യുവാക്കന്മാരെ അപാരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. മനസ്സിലായില്ലേ? അതുപോലെ എത്ര പേരുണ്ട്. ഫോർ എക്സാമ്പിൾ ബിൽ ഗേറ്റ്സ് ഉണ്ട്. ബിൽ ഗേറ്റ്സ് അദ്ദേഹം ഈ ലോകത്തിന് എന്തെല്ലാം സേവയാണ് ചെയ്യുന്നത്. ഒരു ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ എന്തെല്ലാം സർവീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിലേക്ക് തന്നെ പോവാം നമുക്ക്. അതിൽ നിന്നും നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ആർക്കാണെങ്കിലും എടുക്കാവുന്ന ഒരു മെയിൻ ക്വാളിറ്റി അതേതാണ്? അദ്ദേഹം പറഞ്ഞത് യു ആർ ദ ഇമ്മോർട്ടൽ സൺ ഓഫ് ഗോഡ് എന്നാണ് പറഞ്ഞത്. ഈശ്വരൻ്റെ മരിക്കാത്ത മകൻ എന്നാണ് പറഞ്ഞത്. ആത്മാവ് ഒരു ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു ശക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഹു ആർ ദോസ് ലിവിങ് പീപ്പിൾ. ലിവിങ് പീപ്പിൾ ആർ ദോസ് പീപ്പിൾ ഹു ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ജീവിച്ചിരിക്കുന്ന ആളുകളെന്ന്. ഭയങ്കര ഒരു മെസ്സേജാണ്. മീൻസ് നിങ്ങൾ ആദ്യം ജീവിക്കണം. ജീവിക്കുന്നത് എങ്ങനെയാണ്? നല്ല ചൈതന്യതയോടുകൂടി ജീവിക്കണം. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞത് ടീച്ച് യുവർ സെൽഫ്, ടീച്ച് എവരിബഡി ഹിസ് റിയൽ നേച്ചർ. ഗ്ലോറി വിൽ കം, ഹാപ്പിനെസ് വിൽ കം, എവരിത്തിങ് ബെസ്റ്റ് ഓൺ ദിസ് എർത്ത് വിൽ കം വെൻ ദാറ്റ് സ്ലീപ്പിംഗ് സോൾ ഓഫ് മാൻ ഈസ് റൈസൺ ടു ഹിസ് കോൺഷ്യസ് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഒന്ന് ഉണർത്തിയാൽ എന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് അവയർനെസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സ്വായത്തമാക്കാനുള്ള കഴിവുണ്ടാകും. സ്വയം ബോധം, നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. യു ആർ എൻ ഇമ്മോർട്ടൽ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മരിക്കാത്ത പുത്രനാണ്, അവിനാശിയായിട്ടുള്ള പുത്രനാണ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതൊരു ഭയങ്കര ശക്തിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരിക്കലും നശിക്കാത്തവനാണ്. നിങ്ങളിൽ അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഐ വിൽ ഹോൾഡ് ഓൾ യൂത്ത്സ് റെസ്പോൺസിബിൾ ആൻഡ് ഐ വിൽ സേ ദേ ആർ ട്രൈറ്റേഴ്സ്. എന്താണ്? നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഇത്രയും പഠിത്തം പഠിച്ചിട്ട് ഈ ലോകത്തിന് ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സഹായവും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഐ വിൽ ടെൽ യു യു ആർ എ ട്രൈറ്റർ ടു ഹ്യൂമാനിറ്റി എന്ന് പറയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തോട്ട്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലുള്ള ഇതെന്ന് വെച്ചാൽ ഒന്ന് ഡിറ്റർമിനേഷൻ, രണ്ടാമത് ലവ് ഫോർ ഹ്യൂമാനിറ്റി. ഈ ലോകത്തിനെ നന്നാക്കണം. അതുകൊണ്ട് അദ്ദേഹം സൂപ്പർസ്റ്റിഷൻ ഉണ്ടല്ലോ, അന്ധവിശ്വാസങ്ങളെ മുഴുവനും നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്കും കൂടി ജീവിക്കണം എന്നുള്ളതാണ്. ലിവ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ടു ലിവ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാം ഉണ്ടായിട്ടും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തവർ, അതേസമയം ഒന്നുമില്ലാതിരുന്നിട്ടും വൈകല്യം ഉള്ളവർ, വികലാംഗർ പോലും വളരെ ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്, പലതും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? അവരിൽ നിന്ന് നമുക്ക് എന്താണ് എടുക്കാനുള്ളത്? നമ്മൾ ആദ്യമായിട്ട് ഈ എല്ലാം ഉണ്ടായിട്ടും ഒന്നും അച്ചീവ് ചെയ്യാതിരിക്കുന്നവർ നോക്കി പഠിക്കേണ്ട ഇവരെന്നാണ്. അതെ, കൈയും കാലും ഇല്ലാത്ത നിക്ക്, അതുപോലെ കേൾക്കാനും സംസാരിക്കാനും ഒക്കാത്ത ഹെലൻ കെല്ലർ പോലും ഈ ലോകത്ത് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വളരെ ഉയരത്തിൽ പോകാനുള്ള കഴിവ് ഇവർക്ക് കിട്ടും. കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചിരുന്നാൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപാര ശക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് ചിന്തിക്കുന്നത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സങ്കല്പങ്ങളാണ്. നമുക്ക് ഈ ലോകത്ത് കൂടുതൽ പൈസ സമ്പാദിക്കണമെന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാം. ഈ ലോകത്തല്ല എനിക്ക് സന്തോഷിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിച്ച് ജീവിക്കാം. ഈ ലോകത്ത് എല്ലാവർക്കും ഒത്തിരി ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ആ ചോയ്സ് എന്തെല്ലാമാണ്
എന്നുള്ളതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ ലോകത്ത് നോ ഫ്രീ മീൽസ്, ഈ ലോകത്ത് പരിശ്രമിക്കാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പരിശ്രമമാണ് ഈ ലോകത്ത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പരിശ്രമം അതിൻ്റെ ഫലം. പരിശ്രമിക്കണം. അപ്പോൾ പരിശ്രമിക്കുന്നത് ആദ്യം അകത്താണ്. സങ്കല്പങ്ങളാണ് പരിശ്രമം. മനസ്സിലായില്ലേ? നല്ല പവർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക്, അതുപോലെ കൺസ്ട്രക്റ്റീവ് തിങ്കിങ് എന്നാണ് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ്, ഇത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണം. ഇതിങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ജീവിതം അങ്ങനെ എവോൾവ് ആവാൻ തുടങ്ങും. നമുക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരും. പക്ഷേ ആദ്യമായിട്ട് നമുക്ക് വേണ്ട എന്താണ്? ആറ്റിറ്റ്യൂഡ്, നമ്മളിൽ നമുക്ക് വിശ്വാസം. അപ്പോൾ ഇത്തരം വൈകല്യങ്ങളെ മറികടന്ന് ജീവിത വിജയം നേടിയ ഒരുപാട് പേരുണ്ട്. അവരിൽ നിന്നൊക്കെ എന്ത് മെസ്സേജാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ എടുക്കേണ്ടത് ജീവിക്കാനുള്ള ആ ദൃഢസങ്കല്പം. എനിക്കും ഈ ലോകത്ത് ജീവിക്കണം, ജീവിതം എൻ്റെ അധികാരമാണ്, ഞാനും ജീവിക്കും, ഞാനും ഈ അവസ്ഥയിൽ ഇത് ചെയ്ത് കാണിക്കും എന്നുള്ളതാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് അല്ലേ? അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അറിയാമല്ലേ? അതെ, ടോട്ടലി പാരലൈസ്ഡ് ആയിട്ട് പോലും ആ ജീവിതം കൊണ്ട് വളരെ വലിയൊരു സയന്റിസ്റ്റ് ആണല്ലോ. അപ്പോൾ അദ്ദേഹം എന്തുമാത്രം കോൺട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളൊന്നും തന്നെ ഒരു തടസ്സമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെല്ലാം നമ്മൾ സ്വതന്ത്രരാണ്. നല്ല രീതിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്. ഇന്ന് നമുക്ക് അറിയാവുന്നതാണ് ധീരുഭായ് അംബാനി. അദ്ദേഹം യുവാവായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു പെട്രോൾ ബങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടെ നിന്നും ഉയർന്ന് റിലയൻസ് എന്നുള്ള ഒരു വലിയ അറിയാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. ഇന്ന് നിലവിലുള്ള ഒരു സ്ഥാപനമാണ്. എത്ര പേർക്കാണ് അവർ ജോലി കൊടുത്തിട്ടുള്ളത്, എത്ര പേരെയാണ് അവർ പോറ്റി വളർത്തുന്നത്, മനസ്സിലായില്ലേ? അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപാര കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഓരോ നേട്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ എത്ര പേരാണെന്നറിയാം ജീവിക്കുന്നത്. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉള്ളതാണ്. നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും പഠിക്കാറില്ല കേട്ടോ. നമ്മൾ എല്ലാം നമുക്ക് റെഡിമെയ്ഡ് കിട്ടണം. എപ്പോഴും ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്താണ്? ദി വേൾഡ് ഹാസ് നോട്ട് മെയ്ഡ് മീ ഹാപ്പി. ഈ ലോകം എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പേരൻസ് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒന്നും തന്നില്ല. പരാതിയല്ല പറയേണ്ടത്, അവരുടെ ജീവിതം അവരുണ്ടാക്കി, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് വേണ്ടത്. ഇത്രയും ആളുകളെല്ലാം അവരുടെ ജീവിതം ഉണ്ടാക്കിയിട്ടുള്ളൂ, എന്തുകൊണ്ട് എന്നെ കൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കുന്നു? നമ്മുടേതായ ഒരു ജീവിതശൈലി നമ്മൾ ഈ ഇപ്പം തന്നെ MNCs ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ എത്ര പേരാണ് വലിയ വലിയ നിലയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. വലിയ സാധാരണ ലെവലിൽ ഉള്ള ആളുകൾ അവിടെ നിന്ന് അങ്ങനെ ഉയർന്ന് ഇന്ന് വലിയ വലിയ നിലയിൽ ഇന്ന് ഉണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ എടുക്കാം. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു നമുക്കറിയാവുന്നതാണ്. ഒരു ചായക്കട നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് ആ ഫോക്കസ് എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് പറഞ്ഞിട്ടല്ല, എന്തെങ്കിലും നല്ല കാര്യം എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് എന്തായി, അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് എത്തിച്ച് പേഴ്സണൽ ലൈഫ് പോലും മാറ്റിവെച്ചിട്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ച്? എന്തെങ്കിലും ഈ ലോകത്തിന് ചെയ്യണം എന്നുള്ള ഒരു പോക്കിൽ എന്ത് ചെയ്ത്, അപ്പോൾ അത് ആ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് അതങ്ങനെ എവോൾവ് ആയി ആളിനെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നുകൊണ്ട് ആ ആൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മളിപ്പോൾ കാണുന്നതാണ്. എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണം, എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ആ തോട്ട്സ് ഉണ്ടല്ലോ, ആ ഫോക്കസ് അങ്ങനെ കൊണ്ടുപോവുകയാണ്. അത് ദുരുദ്ദേശമായിട്ട് കൊണ്ടുള്ള പോക്കല്ല, ദുരുദ്ദേശം അല്ല, സതുദ്ദേശത്തോടു കൂടി പോയിരിക്കുന്നതാണ്. അതുപോലെ നമ്മളെ ജീവിതത്തിൽ സതുദ്ദേശം ഉണ്ടെങ്കിലുണ്ട്, നമ്മളും അതുപോലെ ഉയരും. നമ്മളെ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ കോൺട്രിബ്യൂഷൻ അതാണ്. നമുക്കിപ്പോൾ ബ്രഹ്മകുമാരീസിലേക്ക് തന്നെ വരാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ബ്രഹ്മകുമാരീസിന്റെ ചീഫ് ജാനകി ദാദി വളരെ ഒരു അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം അവരെ കുറിച്ച് സ്വയം പരിശ്രമമാണ്. ഈ വിശ്വവിദ്യാലയത്തിൽ സമർപ്പണ ഭാവത്തോടെ ഈശ്വരൻ്റെ കാര്യമാണെന്നുള്ള ബോധ്യം ഉണ്ടായപ്പോഴത്തേക്ക്
ജീവിതത്തെ സമർപ്പണം ചെയ്യണം. ഒരാളിൻ്റെ ജീവിതം സമർപ്പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. അതെ, തീർച്ചയായും. സമർപ്പണം ചെയ്യുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ളത് ഒന്നുമില്ല. അവരെ എല്ലാ ആശകളും ആകാംക്ഷകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം എന്ത് ചെയ്ത് അങ്ങ് സമർപ്പണം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിമിത്തമാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ നിർമ്മാണം മറ്റൊരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഈ രണ്ട് ആറ്റിറ്റ്യൂഡും ആയപ്പോഴത്തേക്ക് അവരുടെ മനസ്സിന് സ്ഥിരത വന്നപ്പോഴത്തേക്ക് അവർ വലിയൊരു യോഗിയായിട്ടങ്ങ് മാറി. അപ്പോഴത്തേക്ക് അവർ എല്ലാ അവസ്ഥയിലും എല്ലാ പരിസ്ഥിതിയിലും ഒരേ അവസ്ഥയിലിരിക്കുന്നു. കാരണം അവരുടേതായിട്ട് ഒന്നുമില്ലല്ലോ. അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ സ്വാർത്ഥത ഉണ്ടെങ്കിലല്ലേ അവരെ മനസ്സിൽ മാറ്റം ഉണ്ടാവുള്ളൂ. എന്ന് പറയുന്നത് എനിക്ക് എൻ്റേതായിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ ഭയങ്കര റോൾ മോഡൽസാണ്. അവരെ പുറകിൽ എത്രയോ പെൺകുട്ടികളാണ് വന്ന് ജീവിതം സമർപ്പണം ചെയ്തിരിക്കുന്നത്. നല്ല വിലയും നിലയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പെൺകുട്ടികൾ വന്ന്, യുവാക്കന്മാർ വന്ന് സമർപ്പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഒരു റോൾ മോഡലാക്കി, അത്രയും ശക്തമായ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. അവരെ കണ്ട് അങ്ങ് അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്തെ പിടിച്ച് കുലുക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും ആളുകൾ, യുവാക്കന്മാർ, സ്ത്രീകൾ, പുരുഷന്മാർ ജീവിതത്തെ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ എന്തിനാണ്? ഈ ലോകത്തെ സ്വർഗമാക്കാനായിട്ട്. ഭയങ്കര ഉദ്ദേശമാണ്. സാധാരണ ഉദ്ദേശമൊന്നുമല്ല. ഈ ലോകത്തെ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്തെ സുഖമയമാക്കാനായിട്ടുള്ള ഒരേ ഒരു ഫോക്കസ്. തീർച്ചയായിട്ടും സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്രയും ആളുകൾ മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ മാനസികമായിട്ടുള്ള ഈ സങ്കല്പം ഉണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ ഈ ദുഷിച്ച അന്തരീക്ഷത്തെ മുഴുവൻ തുടച്ച് മാറ്റുക മാത്രമല്ല, പുതിയൊരു ലോകം നമുക്ക് കെട്ടിപ്പടുക്കാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലും പരിവർത്തനം ഉണ്ടാവും. ചേഞ്ച്. കാരണം പരിവർത്തനം ഉള്ളിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരാളിൻ്റെ മനസ്സ് മാറുന്നത് മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ് ഉണ്ടാകുന്നത്. ഇതെന്തോമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഈ ലോകത്തെ മാറ്റണം. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. സ്വന്തം ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനാത്മകമായിട്ട് തീർക്കാം എന്ന് നമ്മോട് കാണിച്ചു തന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. പ്രചോദനാത്മകമായ ജീവിതശൈലി സ്വായത്തമാക്കിയ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ ഇന്ന് നമുക്ക് ബൈജി പരിചയപ്പെടുത്തി തന്നു. അവരുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ എടുക്കേണ്ട ആ മെസ്സേജ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. ഏത് പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ജീവിതവും അതുപോലെ പ്രചോദനാത്മകമാക്കി തീർക്കാൻ എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ഇൻസ്പിറേഷൻ ലൈഫ് സ്റ്റൈൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഈ ചർച്ച ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായും ഞങ്ങളെ എഴുതി അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം